അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഹണി സോയ് ചിക്കൻ. ഇന്ന് രാവിലെ റിക്കൊരു വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു ടൈപ്പിൽ ചിക്കൻ എനിക്ക് ഉണ്ടാക്കി തരുമെന്ന്. സംഭവം ഈ ഒരു ഐറ്റം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളങ്ങനെ വിട്ടുകളയാൻ പാടില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കെട്ടിയോ ഉണ്ടാക്കി തരാൻ പറഞ്ഞതല്ലേ. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ചിക്കൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഇത്തരത്തിൽ വലിയും ചെറുതായിട്ടുള്ള പീസുകളാക്കിയതിന് ശേഷം ഉപ്പും കുരുമുളകും ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ നല്ലപോലെ കോൺഫ്ലവർ പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിതിവിടെ ഫ്രൈ ചെയ്യുന്നത് കോക്കനട്ട് ഓയിലിലാണ്. ഒരു യെല്ലോയിഷ് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും ചിക്കൻ ഒന്ന് സെറ്റായി വരും. അതായത് ഉള്ളു നന്നായി വെന്തു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുക്കാം. പിന്നെ ഈ ചിക്കൻ മുഴുവനും ഞാനങ്ങ് വറുത്തെടുത്തു. ഇനി ഈ ഒരു വിഭവത്തെക്കുറിച്ച് പറയാം. ഇതൊരു ഇംഗ്ലീഷ് മീലാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല. ഇതൊരു കൊറിയൻ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു വകഭേദമാണ്. നല്ല ജ്യൂസി ആൻഡ് ക്രിസ്പി ആയിട്ട് വറുത്തെടുത്ത ചിക്കൻ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതാ കണ്ടോളൂ. ഒരു ബൗളിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേനും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ശേഷം മിക്സിങ്ങും പ്രോപ്പർ ആക്കുക. ഇത് തന്നെയാണ് ഈ ഒരു വിഭവത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ആ സോസ് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേനും ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞാനൊരു അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട് എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാത്തൊരു സംഭവമായിരുന്നു. പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇത് കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് കഴിച്ചു തുടങ്ങിയതാണ്. ഇപ്പം എനിക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫ്രൂട്ടുമായി മാറി. എനിക്കിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഷുഗറിന് പകരം തേൻ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കുളിർത്ത് വരുമ്പോഴത്തേനും ബാക്കി പരിപാടി നമുക്ക് ഇവിടെ തുടങ്ങാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോസ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ പീസുകളും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഒരു ജ്യൂസി ടൈപ്പ് ചിക്കൻ ആയിരുന്നു കേട്ടോ. ഒരു സോൾട്ട് ആൻഡ് സ്വീറ്റ് ടേസ്റ്റ് ആയിരുന്നു ഇതിന്. കണ്ടില്ലേ, ഒരു ജ്യൂസി കേക്ക് പോലെയായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് കുക്കുംബറാണ്. ഇത് നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യണം. അതിനായിട്ട് ആദ്യം തന്നെ സൈഡിൽ ഞാൻ കുറച്ച് കുക്കുംബർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മീതെയാണ് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ആ സമയം കൊണ്ട് ഞാനിവിടെ അവക്കാഡോ ഷേക്ക് എടുത്തിട്ടുണ്ട്. അതൊന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് കോൺഫ്ലെക്സും വീണ്ടും മീതെ ഞാൻ കുറച്ച് തേനൊഴിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, കൊറിയൻ സ്റ്റൈൽ ഹണി ഗാർലിക് ചിക്കൻ. ഇനി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. സംഭവം ഉണ്ടാക്കി വന്നപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.